ചരിത്രവും സൗന്ദര്യവും കണ്ട് സമ്പന്നമായ വിശാഖപട്ടണം ശാന്തിക്കും സമാധാനത്തിനും പേരുകേട്ടതാണ്. 2000 വർഷം പഴക്കമുള്ള ഒരു ആകർഷകമായ ഒരു ബുദ്ധഭവനമാണ് ഇന്ന് ഞങ്ങൾ വിശാഖപട്ടണത്ത് കാണാൻ പോകുന്നത്. നഗരഹൃദയത്തിൽ നിന്ന് 15 കിലോമീറ്റർ അകലെ ഭീമുനി പട്ടണത്തിനടുത്തുള്ള തോട്ട്കൊണ്ട കുന്നുകളിൽ ബുദ്ധസ്തൂപങ്ങളുടെ അവശിഷ്ടങ്ങൾ വിശാഖപട്ടണത്തുണ്ട്. കല്ലുകിണറുകളുടെ കുന്ന് എന്നാണ് ഈ സ്ഥലത്ത് വിളിക്കുന്നത്. ഈ പ്രദേശം 128 മീറ്റർ ഉയരമുള്ള കുന്നിൻ മുകളിലാണ്. ഈ കുന്ന് കടലിനെ അഭിമുഖീകരിക്കുന്നു. കുന്നിൻ്റെ അടിത്തട്ടിൽ നിരവധി പാറകൾ വെട്ടിയുണ്ടാക്കിയ ജലസംഭരണികളിൽ നിന്നാണ് തോട്ട്കൊണ്ട എന്ന തെലുങ്ക് പേര് വന്നത്. ഇവിടെ കയറുവാൻ ഇന്ത്യക്കാർക്ക് 20 രൂപയും വിദേശികൾക്ക് 100 രൂപയുമാണ്. 15 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഫ്രീ ആയി അകത്ത് കയറാം. ഒരു സൈഡിൽ കടലിൻ്റെ മനോഹരമായ കാഴ്ചയും കുന്നിൻ പുറത്ത് ചുറ്റുപാടുള്ള മനോഹരമായ പച്ചപ്പും ലോകമെമ്പാടുമുള്ള വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നു. ഈ കാണുന്നത് സ്തൂപാസ്. ഇത് ബുദ്ധമത സന്യാസിമാരുടെയോ മറ്റ് സന്യാസിമാരുടെയോ അവശിഷ്ടങ്ങൾ ഉൾക്കൊള്ളുന്ന ബുദ്ധസ്മാരകങ്ങളാണ്. ശ്രീലങ്കയിലും തെക്ക് കിഴക്കൻ ഏഷ്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ബുദ്ധഭിക്ഷുക്കൾ ഇവിടെ ഒരു ആശ്രമം പണിയാൻ താൽപ്പര്യം കാണിച്ചിരുന്നു. സമുദ്രതീരത്തുള്ള ഈ തോട്ട്കൊണ്ട കുന്ന് പ്രതാപകാലത്ത് 100-ലധികം ഭിക്ഷുക്കളെ താമസിപ്പിച്ചിരുന്നു. ഇത് ചൈത്യാസ്. ഇത് രണ്ടാമത്തെ സ്തൂപമാണ്. മധ്യഭാഗത്ത് സ്ഥാപിച്ചിരിക്കുന്ന ഈ സ്തൂപത്തിനുള്ളിൽ ചതുരാകൃതിയിലുള്ള ഒരു പ്രാർത്ഥനാ ഹാളായിരുന്നു. പ്രാർത്ഥനയായിരുന്നു ഭിക്ഷുക്കളുടെ ലക്ഷ്യം. നാവികത്താവളം സ്ഥാപിക്കുന്നതിനായി ഇന്ത്യൻ നാവികസേന നടത്തിയ ആകാശ സർവേയിലാണ് തോട്ട്കൊണ്ട വെളിപ്പെട്ടത്. ഇതിനുശേഷം 1988 മുതൽ 1993 വരെ ഈ സംസ്ഥാനത്തിൻ്റെ പുരാവകുപ്പ് വലിയ ഖനനങ്ങൾ നടത്തിയിട്ടുണ്ട്. 2000 വർഷങ്ങൾക്ക് മുൻപ് അഭിവൃദ്ധി പ്രാപിച്ച ഒരു ഹീനയാന ബുദ്ധസമുച്ചയത്തിൻ്റെ അവശിഷ്ടങ്ങൾ ഈ ഖനനത്തിലൂടെ കണ്ടെത്തി. ഇത് ഓട്ടീവ് സ്തൂപാസ്. ഇവ സ്തൂപങ്ങളുടെ രൂപങ്ങളാണ്. അവയുടെ താഴികക്കുടം പോലെയുള്ള ഡ്രം 8 സിലിണ്ടർ ഘടനകളിൽ നിന്നാണ് ഉത്ഭവിച്ചത്. ബുദ്ധന്റെ കാലശേഷം അവശിഷ്ടങ്ങൾ ഇവിടെ സ്ഥാപിച്ചു. കഷ്ടപ്പാടുകളുടെയും പുനർജന്മത്തിൻ്റെയും ചക്രങ്ങളിൽ നിന്നുള്ള ബുദ്ധമത ലക്ഷ്യവുമായി സ്തൂപത്തിൻ്റെ രൂപം ബന്ധപ്പെട്ടിരിക്കുന്നു. ഇതാണ് അപ്സിഡൽ ചൈത്യാഗ്രഹ. ബുദ്ധവാസ്തുവിദ്യയുടെ ഒരു കണ്ടെത്തലാണ് അപ്സിഡൽ ചൈത്യാഗ്രഹ. ഇഷ്ടിക ചൈത്യാഗ്രഹത്തിൻ്റെ പിൻഭാഗത്ത് ഒരു സ്തൂപമുണ്ട്. സാധാരണ പോലെ ആപ്സ്, ആക്സിയൽ, നെർവ് എന്നിവയും ഉണ്ട്. ഇത് വിഹാരാസ്, സന്യാസിമാരുടെ വസതികളായിരുന്നു. ചൈന, ബർമ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നും മറ്റു പല രാജ്യങ്ങളിൽ നിന്നും എത്തുന്ന ബുദ്ധമത സന്യാസിമാർ പഠനം പൂർത്തിയാകുന്നതിന് മാസങ്ങളോളം ഇവിടെ താമസിച്ചിരുന്നു. ഈ സമുച്ചയത്തിൽ ഭക്ഷണം, വസ്ത്രങ്ങൾ, മരുന്നുകൾ എന്നിവ സംഭരിക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾ ഉണ്ടായിരുന്നു. കൂടാതെ മതപരമായ ഒരു അക്കാദമിക് കേന്ദ്രമായും ഇത് പ്രവർത്തിച്ചു.
ഇത് ഏൻഷ്യൻ പാത്വേ. പുരാതന പാതകൾ ദൈവം സ്ഥാപിച്ചിട്ടുള്ള കാലാതീതമായ സത്യങ്ങളെയും ദൈവിക തത്വങ്ങളെയും പ്രീതിപ്പെടുത്തുന്നു. എന്നാൽ ഈ പാതകളെ വ്യത്യസ്തമാക്കി അനുസരണത്തിൻ്റെയും നീതിയുടെയും ദൈവഭക്തിയുടെയും ജീവിതത്തിലേക്ക് മടങ്ങാനുള്ള ക്ഷണമാണ് ഏൻഷ്യൻ പാത്വേ. ഇത് കോൺഗ്രിഗേഷൻ ഹാൾ. ഇത് ബുദ്ധമത സന്യാസിമാരുടെ പ്രാർത്ഥനാ ഹാളായിരുന്നു. BC 2-ാം നൂറ്റാണ്ടിനും CE 2-ാം നൂറ്റാണ്ടിനും ഇടയിലാണ് തോട്ട്കൊണ്ടയുടെ ഏറ്റവും പ്രസിദ്ധമായത്. എന്നാൽ 3-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ തോട്ട്കൊണ്ട ക്ഷയിച്ചു. ഇത് സർക്കുലർ ചൈത്യാഗ്രഹ. ബുദ്ധസന്യാസിമാർ വൃത്താകൃതിയിലിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ഹാളായിരുന്നു. 2014 ഹുദ്ഹുദ് ചുഴലിക്കാറ്റിൻ്റെ ഭയാനകമായ ഭീകരതകൾക്ക് വിശാഖപട്ടണം സാക്ഷ്യം വഹിച്ചു. അവയിൽ ഈ സ്തൂപങ്ങളുടെ തകർച്ചയും ഉൾപ്പെടുന്നു. പിന്നീട് 2016 സംസ്ഥാന പുരാവസ്തു വകുപ്പ് ഇത് വീണ്ടും പുനർനിർമ്മിക്കുകയും ചെയ്തു. ഇനി അടുത്ത സ്ഥലമായ രാമനായിഡു സ്റ്റുഡിയോ കാണാനാണ് ഞങ്ങൾ പോയത്.